ഹലോ കൂട്ടുകാരെ, അവൽ വിളയിക്കാൻ പോവാണ്. അപ്പോൾ അവൽ 1/4 കിലോ എന്ന് വെച്ചാൽ 250 ഗ്രാം. പിന്നെ അണ്ടിപ്പരിപ്പ് എത്ര ഉണ്ടമ്മേ? 100 ഗ്രാം. പിന്നെ മുന്തിരിങ്ങ 100 ഗ്രാം. 100 ഗ്രാം പൊട്ടുകടല. ഇതാണ് പൊട്ടുകടല കേട്ടോ. പിന്നെ ഇത് പനങ്കൽക്കണ്ടമാണ്, പനഞ്ചക്കര. ഇത് നമ്മൾ എത്ര, ഇത് 250 ഗ്രാമോ? 450 ഗ്രാം. അതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് ഇത് അലിയിപ്പിക്കുകയാണ്. പിന്നെ 2 ചെറിയ തേങ്ങ കണ്ടോ, അതിൻ്റെ തേങ്ങാപ്പീര. ഇത് നെയ്യാണേ. നമ്മൾ നെയ്യ് ആദ്യം ഒഴിച്ചു. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കശുവണ്ടി നെയ്യിൽ വറുത്തെടുക്കണം. ഇത്രയും കശുവണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ചുവന്നിട്ടുണ്ട്, എടുക്കുകയാണ്. മേശപ്പുറത്തിരിപ്പുണ്ടല്ലോ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അടുത്തത് മുന്തിരിങ്ങ ഇടുകയാണ്. മുന്തിരിങ്ങ നല്ല കൊമള പോലായിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇനി മുന്തിരിങ്ങ കോരുകയാണ്. അടുത്തത് പൊട്ടുകടലയാണ്. അടുത്തത് പൊട്ടുകടല നമ്മൾ നെയ്യിലോട്ടിട്ട് ചോർക്കനെ വറക്കണം. പൊട്ടുകടല ഇത്രയും മൂത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഈ ഉരുളിയിലോട്ടാണ് നമ്മൾ അവലിൻ്റെ എല്ലാം കൂടെ ഇത് ചെയ്തെല്ലാം കൂടെ മിക്സ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് തേങ്ങ ഞാൻ കാണിച്ചില്ലേ, 2 തേങ്ങ. ആ തേങ്ങ ചെറുതായിട്ടൊന്ന് വറക്കണം. ഇതാണ് നമ്മുടെ തേങ്ങ. നല്ലപോലെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ തേങ്ങ അങ്ങോട്ട് ഇടുകയാണ്. നമ്മളിനി നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം വാലുന്ന പോലെ വറക്കണം. ഇത്രയും മതി. ഇനി നമ്മൾ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം, പിന്നെ ഏലക്ക, പിന്നെ ചുക്കുപൊടി. ഇവിടെ ചുക്ക് പൊടിച്ചതിരിപ്പുണ്ടായിരുന്നു, അപ്പം ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ കുറുക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, അലിയിച്ച് വെച്ച ശർക്കരപ്പാനി നമ്മൾ ഈ ഉരുളിയിലോട്ട് അരിച്ചൊഴിച്ചു. അപ്പം നമ്മൾ ഇതിങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുക.
നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ പൊടിക്കുകയാണ്. പഞ്ചസാര എല്ലാവരും ഉണ്ട്. ഇച്ചിരി പഞ്ചസാരയും ഇട്ട് ഇടിയാൻ വേണ്ടി ഏലക്കായ. നമ്മുടെ ശർക്കര തിളയ്ക്കുന്നതുണ്ടോ, ഇതിലെടുത്ത് മാറ്റി വെക്കണം. അതിലോട്ട് തേങ്ങ നമ്മൾ ഇടുകയാണ്. തേങ്ങ ഇട്ട് ഇളക്കുക. ഈ പൊടികൾ ഇനി നമ്മൾ പൊടിച്ച് വെച്ച ജീരകം, ഏലക്ക, ചുക്കുപൊടി എല്ലാം കൂടി ഇട്ടു. എന്നിട്ട് ഇളക്കണം. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ പറ്റിക്കണം വെള്ളം. ഇനി നമ്മൾ താഴോട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് അവൽ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുന്തിരിങ്ങ, പിന്നെ കശുവണ്ടി, പൊട്ടുകടല നെയ്യിൽ വറുത്തതെല്ലാം കൂടെ ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ അവൽ നല്ലപോലെ ഇളക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാം ഇളക്കി വെച്ച് തത്തിപ്പുത്തി വെക്കുക. ഇങ്ങനെ നാളെ രാവിലെ എടുക്കുക. അപ്പോഴത്തേനെല്ലാം നല്ലപോലെ പിടിച്ചിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.